എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തുദ്ദേശത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, ഇപ്പോൾ ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ കുറിച്ച് ആലോചിച്ചൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ മത്സ്യം ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. മത്സ്യം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. എന്തുദ്ദേശത്തിലാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഇപ്പോൾ എന്താണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്? ആ വ്യക്തി മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ അതുവരെയുള്ള കാലഘട്ടങ്ങൾ, അതുവരെ ജീവിച്ചു പോകുന്ന ചുറ്റുപാടുകളെല്ലാം സ്വതവേ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ജീവിത കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ജീവിത സങ്കല്പങ്ങളുമായിട്ടൊന്നു വന്നൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളോട് സ്നേഹമായി, നിങ്ങളോട് ഇഷ്ടമായി, നിങ്ങളോട് പ്രണയമായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനും നിങ്ങളെ സ്വന്തമാക്കാനും ആ വ്യക്തി ആഗ്രഹിച്ചു. അങ്ങനെ മാത്രമാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെ പിൻവലിപ്പിച്ചേക്കാം. നിങ്ങളല്ലാത്ത ആളുകളുടെ പെരുമാറ്റം, നിങ്ങളല്ലാത്ത സാഹചര്യങ്ങളുടെ വ്യത്യസ്തത, അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എപ്പോഴും ഒതുങ്ങിക്കഴിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിൽ കിട്ടുന്ന വെറുപ്പും ദേഷ്യവും, അവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം. അങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു സ്ഥിരം സ്വഭാവമായി ആ വ്യക്തി മാറ്റിയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടൊത്ത് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും തരണം ചെയ്താണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് അടക്കാൻ കഴിയാത്ത സ്നേഹമുണ്ട്. അത് ഓരോ കാര്യത്തിലും അത് വ്യക്തവുമാണ്. പക്ഷെ വ്യത്യസ്തമായ ചിന്താഗതികളും സാഹചര്യങ്ങളും പലതും നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകില്ല. ആ വ്യക്തിയെ പലതും പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. അങ്ങനെ ഒരു കാര്യം ആ മനസ്സിലുണ്ടാകും, ആ ജീവിതത്തിലുണ്ടാകും. പലതും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് തിരിയണമെന്നില്ല. ചിലത് അതേ രീതിയിൽ തന്നെ ഉദ്ദേശിക്കുമെങ്കിലും മറ്റു ചിലത് ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു വഴക്കിൻ്റെയും ദേഷ്യത്തിൻ്റെയൊക്കെ ഘട്ടത്തിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. അത് അറിഞ്ഞ് പെരുമാറാൻ നിങ്ങൾ തയ്യാറാകേണ്ടി വരും. കാരണം ആ വ്യക്തിയുടെ ജീവിതം മറ്റ് തലത്തിലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മുമ്പുള്ള ആ വ്യക്തിയുടെ ജീവിതം, അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, അതൊക്കെ ആ വ്യക്തിയോട് ഒരൊറ്റപ്പെടലിൻ്റെ സൂചന മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. ആ വ്യക്തി ജീവിച്ച ഒരാവാസ വ്യവസ്ഥ, അതിനെ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ വ്യക്തി ജീവിച്ച ചുറ്റുപാടുകളിലെ ഒരു മനസ്സായി മാറും. കുറേയൊക്കെ നിങ്ങളോടുള്ള ജീവിതം കൊണ്ട് മാറി വരും. എന്നും അതിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ആ വ്യക്തിയുടെ കുറ്റമല്ല, നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് അനുകൂലമായി ആ വ്യക്തി മാറും. 100% നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസൃതമായ ആ വ്യക്തി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എന്നുള്ളത് ജീവിതാനുഭവം കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അടുത്തതായിട്ട് മുയൽ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും മാറി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഓടി മറയുന്നതാണ്. അഭിപ്രായ പ്രകടനങ്ങളിലും ജീവിതത്തിലും ജീവിത രീതികളിലൊക്കെ ആ ഓടിമറയലുകൾ വ്യക്തമാണ്. ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി, ജീവിതത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് താല്പര്യം ആ വ്യക്തിക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ല.
നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ഉദ്ദേശിക്കുകയും നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അകാരണമായ ഭയങ്ങളും മറ്റുള്ളവരുടെ തൃപ്തിപ്പെടുത്തലും അനാവശ്യമായ തൃപ്തിപ്പെടുത്തലുമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു പലരുടെയും കാര്യങ്ങൾ സബ്ജക്റ്റായി വരുന്നു, വിഷയമായി വരുന്നു. സമാധാനമായി ജീവിക്കുന്നതിന് പകരമായിട്ട് അവർക്കെന്ത് തോന്നും ഇവർക്കെന്ത് തോന്നും എന്നുള്ള കുറേ സംസാരങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്ന അവസ്ഥ, അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണവും ഇതായിരുന്നു. അകാരണമായി നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. ഒരു ആൾക്ക് പുറകെ മറ്റൊരാൾ. എപ്പോഴും മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ സബ്ജക്റ്റ് ആവുന്നു. നിങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലാത്തത് അത് തന്നെയായിരുന്നു. കാരണം നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഡീവിയേറ്റ് ചെയ്ത് മറ്റു വഴികളിലൂടെ പോകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെ പ്രസക്തി നൽകുന്നു, മറ്റുള്ളവരുടെ ചിന്തകൾക്ക് പ്രസക്തി നൽകുന്നു. അങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ നിലപാടുകൾ അനവധി സ്വീകരിക്കപ്പെട്ടു. ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടുകൾക്ക് നിങ്ങളുടെ വ്യക്തി വില വെക്കാതെ അകാരണമായി ഒരാവശ്യമില്ലാത്ത ആളുകളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വില നൽകിയപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യവും തോന്നി, സങ്കടവും തോന്നി. ഉള്ളിൽ രണ്ടുപേർക്കും സ്നേഹമുണ്ട്, പക്ഷേ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ളൊരു ഓട്ടമായി ആ വ്യക്തിയുടെ ജീവിതം മാറുകയാണ്. സ്വന്തം കാര്യങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് പ്രസക്തമാവുന്നില്ല, അതെല്ലാം അപ്രസക്തമാവുന്നു. അങ്ങനെ ഒരു കാര്യം ആ ജീവിതത്തിലുണ്ട്. ഏതായാലും നിങ്ങളെ ഇഷ്ടപ്പെട്ടത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അമിത പ്രാധാന്യം നൽകി ഇതുവരെ ആ വ്യക്തി പോകുന്നു. പക്ഷേ ഇനി അതിന് മാറ്റം ഉണ്ടാവും. കാരണം മറ്റുള്ളവരിൽ നിന്നും ആർക്കൊക്കെ വേണ്ടിയാണ് ആ വ്യക്തി പ്രവർത്തിച്ചത് അവരിൽ നിന്നും വളരെ മോശമായൊരു അനുഭവങ്ങൾ ആ വ്യക്തിക്ക് ഉടൻ തന്നെ ഉണ്ടാവും. അവർ ഈ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നുള്ള സത്യം, ഇത്രയും നാൾ ആ വ്യക്തി അറിയാതിരുന്ന സത്യം ആ വ്യക്തി അറിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊർജം പകരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി അങ്ങനെ ഉണ്ടാകും. അതായത് ആരാണോ യഥാർത്ഥത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചവർ, അവരുടെ മുഖപടങ്ങൾ, മുഖമൂടികൾ മാറി ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്ന രീതിയിലെത്തും. അപ്പോൾ അത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് തോന്നും താൻ ഇത്രയും കാലം ചെയ്തത് തെറ്റാണ്, തൻ്റെ വ്യക്തിയുടെ സ്നേഹമാണ് ഏറ്റവും ആത്മാർത്ഥതയുള്ളതെന്നുള്ളത് മനസ്സിലാക്കി ആ വ്യക്തി തിരിച്ചു വരുന്നൊരു കാഴ്ച നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.